ഹലോ ഹലോ, എന്താ ശിവ? അതെ സാർ, ഒട്ടും ഭയപ്പെടണ്ട. സർവീസ് എഞ്ചിനീയറെ കിട്ടി. അയാൾ ഉടനെ ഇപ്പം എത്തും. മാക്സിമം 15 മിനിറ്റ് എല്ലാം ശരിയാക്കി തരും. അവളെന്ത് കുളിയാടാ കുളിക്കുന്നത്? ഇത്ര നേരമായി പോയിട്ട്. അവളിന് തിരികെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോണോ? നീ പോയി നോക്കണ. അത് ന്യായം. ഓവർ എക്സ്പെക്ടേഷൻ പാടില്ല. ശ്യാം, പ്ലീസ് ഡോണ്ട് പോസ് ഹർ. അത് വേണ്ടി വരില്ല. അവളൊരു എക്സ്പെർട്ടാ. ഒന്ന് കഴിഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ല? അവളൊരു പാവം പെണ്ണാടാ. ഇനി പെട്ടെന്ന് കാശുകാരി ആയിക്കോളും. നമ്മളെ തുടങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ അറിയാലോ. നിനക്കിതിൽ എന്ത് നഷ്ടം? തകരുന്നത് എന്റെ ജീവിതമല്ലേ? നീ അവനൊന്ന് വിളിച്ചു നോക്കി. എപ്പോഴാ വരുന്നതെന്ന് അറിയാമല്ലോ. I tried calling him twice. ഫോൺ സ്വിച്ച് ഓഫാ. ഓ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്തൊരവസ്ഥയായത്. നിന്നെ പോലെ ഒരു ജഡത്തിന് വേണ്ടിയാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് ഓർക്കുമ്പോഴാ. Peter, mind your words. Shit. ചെറി, എന്താടാ ചെറി, എന്തു പറ്റി? എന്താണ്? അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. എന്നാലും അത് എങ്ങനെ ശിവ? കാരണമുണ്ട്. എന്ത് കാരണം? എഡി എന്റെ കണ്ണ് വിട്ടിച്ച് ആ സിസ്റ്റത്തിൽ എന്തോ ചെയ്തു. അപ്പം മുതൽ എങ്ങനെ സംഭവിച്ചത്? ഇങ്ങോട്ട് വേണം. എന്തുവാടാ ചെയ്തേ? അല്ലെങ്കിൽ തന്നെ ഇതെന്റെ കമ്പനിയുടെ പ്രോഡക്റ്റ് കാരണം ഇവിടെ കുറെ അമ്മമാർക്ക് കുറെ ചൊറിച്ചിലുണ്ട്. ഞാൻ കൂടുതൽ കാശ് വാങ്ങിയെന്ന്. ഇതും കൂടി ആയപ്പോ തികഞ്ഞു. ആരെങ്കിലൊക്കെ അറിഞ്ഞു ശിവ? പിന്നെ അറിയാതെ. ആ 234 ഹേമന്ത് സാറിന്റെ ഭാര്യയ്ക്ക് വളരെ ക്രിട്ടിക്കലാണ്. അങ്ങനെ ഒരു 10 തവണ എന്നെ വിളിച്ചു. പിന്നെ തമ്പി സാർ, ഫിലിപ്പോ സാറിന്റെ ഫ്ലാറ്റിൽ 4 സർദാക്കന്മാരുണ്ട്. അവരുടെ ഫ്ലൈറ്റിന് ടൈമായി എന്ന് പറഞ്ഞ് എൻ്റെ മക്കിട്ട് കയറുക. ഇപ്പൊ ഏതായാലും കുറച്ചു നേരമായിട്ട് ശല്യമൊന്നുമില്ല. ഉറങ്ങിക്കാണും. വേറെ ചില ഇടപാടുകളൊക്കെ ഉണ്ട്. അപ്പൊ നാറാനുള്ളത് നാറി. നാളെ മീറ്റിംഗാ. എന്റെ തൊലി ഊരി. നീ ആ മത്തായി ഒന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ ഓൺ ദ വേ ആണ്. റോഡിൽ എവിടെയോ ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അവൻ ഫോണിലൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാനത് ശ്രമിച്ചു നോക്കി. വർക്കൗട്ടായില്ല. സിനിമയൊക്കെ ക്യാൻസലായി. ഷോയും ഇല്ലായിരുന്നു. എന്തോ സീരിയസ് പ്രശ്നമുണ്ട്. നമ്മളെയും ചെക്ക് ചെയ്തു. ഫാമിലി ആണ്ട്. പക്ഷെ പെട്ടെന്ന് വിട്ടു. അപ്പനെ നാണം കെടുത്താനുണ്ടായി ആമട്ട്. ഹലോ ചേച്ചി. എന്താടാ ഇനി എമർജൻസി? ചേച്ചി, സുഹറയ്ക്ക് പെയിൻ തുടങ്ങി. നീ എന്തിനാ ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് പോയെ? എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നോ? ആ പോട്ടെ, നീ എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വാ. ഒരു പ്രശ്നമുണ്ട് ചേച്ചി. ഈ ഫ്ലാറ്റുകളിലെ എല്ലാ ലോക്സും ജാമാ. വാതിൽ തുറക്കാനേ പറ്റുന്നില്ല. വാട്ട്?